നമ്മളിപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ കൊച്ചിയിൽ പല സ്ഥലങ്ങളിലും ഹെയർ ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ റൂട്ടിലും ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് 1-2 ഹെയർ ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇതേ സമയത്ത് നമ്മൾ ഇപ്പോൾ കുറച്ച് ബാഡ് ന്യൂസുകളും കേൾക്കുന്നുണ്ട്. അതിനകത്ത് കോമണായി കേൾക്കുന്നത് ഇൻഫെക്ഷൻ വന്നു. പല ആൾക്കാർക്കും ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് തലയിൽ കുറേ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരാളുടെ തലയോട് വരെ കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മീഡിയയിൽ കുറേ പോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. റയർലി ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ടും ഡെത്ത് വരെ സംഭവിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് കേരളത്തിൽ അത് സംഭവിച്ചിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഹെയർ ട്രാൻസ്പ്ലാന്റ് ശരിക്കും ഒരു സേഫ് പ്രൊസീജിയർ അല്ലേ? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്? ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ഡോക്ടർ സന്ദീപ് വിജയരാഘവൻ. ഞാൻ അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറിയുടെ HOD ആണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നടക്കുന്നൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മുടെ തലയുടെ ബാക്കിൽ പെർമനൻറ്റ് ഹെയർസ് ഉണ്ട്. ഈ പെർമനൻറ്റ് ഹെയർസ് എടുത്ത് നമ്മൾ ഫ്രണ്ടിലോ വേറെ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗങ്ങളിൽ കൊണ്ട് വയ്ക്കാം. ഇത് നമ്മൾ തലയിൽ നിന്ന് മാത്രമല്ല, നമുക്ക് താടിയിൽ നിന്ന് എടുക്കാം, നെഞ്ചിൽ നിന്ന് എടുക്കാം, പുറത്തുനിന്ന് എടുക്കാം. വേറെ എവിടെ ഹെയർ വരുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് എടുത്തിട്ട് നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ നമുക്കിത് വയ്ക്കാം. ഇതിൻ്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഡോണർ ഡോമിനൻസ് എന്ന് വെച്ചാൽ ഡോണർ സൈറ്റത്തെ, അതായത് നമ്മൾ എടുക്കുന്ന ഭാഗത്തിലത്തെ ഹെയറിൻ്റെ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറായിരിക്കും വയ്ക്കുന്ന സ്ഥലത്ത് കാണിക്കുന്നത്. അത് അപ്പോൾ നമ്മൾ എത്ര കഷണ്ടിയുള്ള ഒരാൾ നോക്കിയെച്ചാലും തലയുടെ ബാക്കിൽ എപ്പോഴും കുറച്ച് ഒരു റാമട്ടിൽ കുറച്ച് മുടി അവിടെ ഉണ്ടായിരിക്കും. ഇതാണ് പെർമനൻറ്റ് ഹെയർ. ഈ പെർമനൻറ്റ് ഹെയർ പെർമനൻറ്റായി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോണിൻ്റെ റിസപ്റ്റേഴ്സ് ആ ഹെയർസിന് ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ലോസ് ഇതിന് വരാറില്ല. അപ്പോൾ അതെടുത്ത് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാൽ അത് അവിടെ നിൽക്കും. എത്ര നാൾ നിൽക്കും? ബാക്കിൽ എത്ര നാളാണോ മുടി നിൽക്കുന്നത് അത്ര നാൾ ഫ്രണ്ടിൽ നിൽക്കും. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ ഇത് എങ്ങനെയാണ് ചില ആൾക്കാർക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ടും ചില ആൾക്കാർക്ക് മോശം റിസൾട്ടും വരുന്നത്? പ്രധാനമായിട്ട് നല്ല റിസൾട്ട് വരുന്നത് നല്ല ഡോണർ സൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി നല്ല റിസൾട്ട് വരും. സോ ദ ക്വാളിറ്റി ഓഫ് ഡോണർ ഹെയർസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് സാധനം. രണ്ടാമത് നമ്പർ ഓഫ് ഗ്രാഫ്റ്റ്സ്. ഓബ്വിയസ്ലി നമുക്കറിയാം, നമുക്ക് കൂടുതൽ ഹെയർ വെച്ചാൽ നമ്മൾ കൂടുതൽ കാണാനുണ്ടാവും. എല്ലാവരും എന്താ പറയുന്നത്, ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, എൻ്റെ റിസൾട്ട് മോശമാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി എത്രയാണ് നമ്മൾ ഗ്രാഫ്റ്റ് വെച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം, എന്തുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ശരാശരി ഒരാളുടെ തലയിൽ 1,00,000 ഫോളിക്കുലർ യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഒരു ഫോളിക്കുലർ യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു മുടിയുടെ ഒരു ഫാമിലി ഓഫ് ഹെയർസാണ് ഒരു ഫോളിക്കുലർ യൂണിറ്റ്. അതിനകത്ത് ചിലപ്പോൾ 1, 2, 3, 4 ഹെയർ പുറത്തുണ്ടായിരിക്കും. ചിലപ്പോൾ 1-2 ഹെയർസ് അവിടെ അകത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും. ആ ഒറ്റ ഗ്രൂപ്പിനാണ് ഒരു ഫോളിക്കുലർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1,00,000 ഫോളിക്കിൾസ് തലയിലുണ്ടെന്ന് വെച്ചാൽ എപ്പോഴാണ് നമുക്ക് ഈ ഹെയർ ലോസ്, അയ്യോ നമ്മളുടെ തിക്നെസ് കുറവെന്ന് തോന്നുന്നത്? അതിൻ്റെ 50% കുറയുന്ന സമയത്ത്. അതായത് ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ സാധാരണ 100 ഫോളിക്കുലർ യൂണിറ്റ്സ് ആണ് ഉണ്ടാവാറുള്ളത്. അത് 50 ഫോളിക്കുലർ യൂണിറ്റിൻ്റെ താഴെ ആവുന്ന സമയത്ത് നമ്മൾ പറയും, അദ്ദേഹത്തിൻ്റെ മുടി കനം കുറയുന്നുണ്ട്, തിക്നെസ് കുറയുന്നുണ്ടെന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മുടെ എയിമും എന്താണ്? നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്യാനാണ്. ഒരു തലയുടെ മുകളിൽ കംപ്ലീറ്റ്ലി ബോൾഡായിട്ട് ഒരാൾക്ക് അപ്രോക്സിമേറ്റ്ലി 50,000 ഫോളിക്കുലർ യൂണിറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പക്ഷേ നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ നമുക്ക് മിനിമം വേണ്ട എത്ര? 25,000 ഫോളിക്കുലർ യൂണിറ്റ്. തലേന്ന് 25,000 ഫോളിക്കുലർ യൂണിറ്റ് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനാണ് നമ്മൾ എപ്പോഴും കൂടുതൽ കാണാൻ സാധ്യതയുള്ള സ്ഥലത്ത് നമ്മൾ ഡെൻസിറ്റി കൂടുതലായിട്ട് വയ്ക്കും. അതായത് ഫ്രണ്ട് പോർഷനിലൊക്കെ ഡെൻസിറ്റി കൂടുതലായിട്ട് വയ്ക്കും. ബാക്കിൽ ഡെൻസിറ്റി കുറവായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ള സാധനം മേ ബി ഒരു 5,000 ഫോളിക്കിൾസ് ചെയ്താലും അല്ലെങ്കിൽ ഒരു 8,000 ഫോളിക്കിൾസ് ഒക്കെ ചെയ്യുമ്പോൾ റീസണബിളി നല്ല തിക്നെസ് ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ വെക്കുന്നതിൻ്റെ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, വെക്കുന്നതിൻ്റെ രീതി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡെൻസിറ്റി ഉള്ളതാക്കി നമുക്ക് കാണിക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കോംപ്ലിക്കേഷൻസ് വരണമെന്ന് നമുക്കറിയണം. അതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ സ്റ്റെറിലിറ്റിയാണ്. നമ്മളുടെ എക്യുപ്മെൻറ്റ്സ് സ്റ്റെറൈൽ ചെയ്യുന്ന രീതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
പലപ്പോഴും നമ്മൾ ഇതിനകത്ത് ഇംപ്ലാന്റേഴ്സ് യൂസ് ചെയ്യും. ഇംപ്ലാന്റേഴ്സ് എന്ന് വെച്ചാൽ വളരെ നീഡിൽസാണ്, വളരെ തിൻ നീഡിൽസാണ്. അതൊക്കെ പുതിയ നീഡിൽസ് അല്ലെങ്കിൽ അത് റീയൂസ് ചെയ്യുന്ന സമയത്ത് അത് ETO ചെയ്യാണ്ട് നമ്മൾ വേറെ ജസ്റ്റ് സ്റ്റീം സ്റ്റെറിലൈസേഷനൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അതിനകത്ത് കൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വെള്ളത്തിൽ കൂടിയാണ് വരുന്നത്. നമ്മൾ തല കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം സ്റ്റെറൈലായിരിക്കണം. അതിനകത്ത് കൂടെ എയ്റ്റിപ്പിക്കൽ മൈക്രോബാക്ടീരിയ, അതായത് നമ്മൾ TBയുടെ മാതിരി തന്നെ ഒരു സാധനമുണ്ട്, എയ്റ്റിപ്പിക്കൽ മൈക്രോബാക്ടീരിയ. ആ അണുക്കളൊക്കെ നമുക്ക് അണുബാധ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ മാസങ്ങളെടുക്കും ഇത് ഒന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓവർ യൂസ് ഓഫ് ഈ ലോക്കൽ അനസ്തീസിയ. അതാണ് ഡെത്ത് വരാനുള്ള പ്രധാന കാരണം. എനിക്ക് തോന്നുന്നു ഒരു 4-5% ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാർ പോയി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. ആ സമയത്ത് അവർ ചുമ്മാ കുറേ എഡ്രിനാലും നമ്മൾ ലോക്കൽ അനസ്തീസിയം ഇഞ്ചെക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇതുണ്ട്, സേഫ് നമ്പേഴ്സ് ഉണ്ട്. ഇത്രയും മില്ലിഗ്രാം പെർ പേഴ്സൺ പെർ kg ബോഡി വെയ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ അകത്ത് വേണം നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനം എന്ന് വെച്ചാൽ ആ ഒരു ആളുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച് എക്സ് എമൗണ്ട് ഓഫ് ലോക്കൽ അനസ്തീസിയ മാത്രമേ നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അതിനെക്കാട്ടും ഒരിക്കലും കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. എങ്ങാനും ആ സമയത്ത് ആൾക്ക് പിന്നെയും പെയിൻ വരുന്നുണ്ടെന്ന് വെച്ചാൽ സ്റ്റോപ്പ്. സേഫ്റ്റിയാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നാളെയോ അടുത്ത ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് ചെയ്യാം. പക്ഷേ ഒരിക്കലും നമ്മൾ ഓവർ ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. അൾട്ടിമേറ്റ്ലി ഈ ഹെയർ ഗ്രോ ചെയ്യാൻ റിസൾട്ട്സ് നമ്മൾ പറഞ്ഞു, ക്വാളിറ്റി ഓഫ് ഡോണർ സൈറ്റ്, നമ്പർ ഓഫ് ഹെയർസ്, പിന്നെ നമ്മുടെ തന്നെ ശരീരത്തിനകത്ത് നമ്മൾ പല ധാതുക്കളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ അയൺ, കാൽഷ്യം, വൈറ്റമിൻ D, സെലീനിയം, സിങ്ക്, കൊബോൾട്ട്, മെഗ്നീഷ്യം, ഇങ്ങനത്തെ കുറേ കുട്ടി ഓരോ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വാല്യൂസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ യൂഷ്വലി നമ്മൾ വേറെ വൈറ്റമിൻസിൻ്റെയൊക്കെ B കോംപ്ലക്സും കാര്യങ്ങളൊക്കെ നമ്മൾ എഡീഷണലി പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി കൊടുക്കും. പിന്നെ സ്ട്രെസ് ഒരു ഫാക്ടറാണ്. സ്ട്രെസ്സ് കൂടുതലുണ്ടെന്ന് വെച്ചാൽ റിസൾട്ട്സ് നല്ലതായിരിക്കില്ല. സ്മോക്കിംഗ്, ഹീറ്റ്, ഇതെല്ലാം ഇഷ്യൂസാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് യൂഷ്വലി നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടാൻ പറ്റും. നല്ല സ്ഥലങ്ങളിൽ ട്രെയിൻഡ് ആൾക്കാർ ഉള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവിടെ പോയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. താങ്ക് യു.